പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. അതായത് ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ 19ാം മഹാസമാധി ദിനമാണിന്ന്. അതായത് ഈ ഹൈന്ദവ കേരളത്തിന്റെ ആ നവോത്ഥാന ചരിത്രത്തിൽ അവിസ്മരണീയമായ അധ്യായങ്ങൾ നൽകിയ ഒരു സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹം. ആ വാർത്തയുടെ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലൊക്കെ നമുക്ക് വരാം. ഇപ്പോൾ എന്തായാലും മലബാറിലേക്കൊന്ന് പോകണം. മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് 60 പവനോളം സ്വർണം കവർന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനെ പിടികൂടാതെ പോലീസ്. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വർണ്ണ കവർച്ചയ്ക്ക് കൂട്ടുനിന്ന CPM-ന് വോട്ടില്ല എന്ന വിഷയം സജീവ ചർച്ചയാക്കുകയാണ് BJP. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ രമ്യ ചേരുന്നുണ്ട്. രമ്യ, എന്തായാലും ഈ ഒരു വിനോദൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു CPM നേതാവാണ്. ഈ പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ് വിനോദൻ അവിടെ വിരാജിച്ചിരുന്നത്. 60 പവനോളം ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ച ശേഷം എന്നിട്ടും ഈ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. എന്താണ് കാരണം? പോലീസ് ഇത്രത്തോളം അങ്ങ് ഈ വിനോദനെ ചേർത്ത് നിർത്താനുള്ള കാരണം എന്താണ് രമ്യ? അശ്വതി, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ബാലുശ്ശേരി വേട്ടയ്ക്കരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 20 പവനോളം കവർച്ച ചെയ്ത മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് TP വിനോദൻ. ഇദ്ദേഹം ഈ ഒരു വിഷയമുണ്ടായിട്ടും, അതായത് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്നും 20 പവനോളം കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിൽ ഭക്തർ ഉൾപ്പെടെ ഈ പോലീസിൽ പരാതിപ്പെട്ട മാസങ്ങളായിട്ടുമാണ് ഈ വിനോദനെ പിടികൂടാത്തതിൽ ഭക്തർക്കിടയിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നത്. ഈ TP വിനോദൻ പേരാമ്പ്രയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദിവസേന വന്നു പോകുന്നുണ്ട്. ഇത് പലതവണയായി പോലീസിൽ ഭക്തരുൾപ്പെടെ അറിയിച്ചിട്ടും പോലീസ് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്തരുൾപ്പെടെ പറയുന്നത്. ഇദ്ദേഹം ഒരു CPM അനുഭാവി കൂടിയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് തന്നെയാവാം ഇത്തരത്തിൽ ഇദ്ദേഹത്തെ യാതൊരു തരത്തിലും ഒരു വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യുകയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തുടരന്വേഷണം നടത്തുകയോ ഒന്നും പോലീസ് ചെയ്യാത്തതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഈ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭക്തരുൾപ്പെടെ വലിയ പ്രതിഷേധത്തിലുള്ളത്. ഈ മലബാറിൽ ഏകദേശം 8ഓളം ക്ഷേത്രങ്ങളിൽ നിന്നായി 60 പവനോളം സ്വർണം ഈ TP വിനോദൻ കവർച്ച ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി, ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അന്വേഷണമില്ല. കാരണം ഈ വിഷയം ഇതുവരെ ഈ TP വിനോദൻ പലതവണയായി ദിവസേന വീട്ടിൽ, പേരാമ്പ്രയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്, ഈ പേരാമ്പ്ര വീട്ടിൽ വന്നു പോകുന്നുണ്ട് ഉൾപ്പെടെ പോലീസിൽ അറിയിച്ചിട്ടുമാണ് പോലീസ് വളരെ നിഷ്ക്രിയമായി ഇദ്ദേഹത്തെ ഒന്ന് വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഇതിന്റെ തുടരന്വേഷണം നടത്താനോ ഒന്നും തയ്യാറാവാത്തത്. ഇതിലാണ് ഇപ്പോൾ ഭക്തരുൾപ്പെടെ വലിയ പ്രതിഷേധത്തിലുള്ളത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭക്തരുടെയും നിലപാട് തന്നെയാണ്. കാരണം ഇതിനെതിരെ നടപടി വേണം. കാരണം CPM ആണ് ഇത്തരത്തിൽ TP വിനോദനെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ സംരക്ഷണം TP വിനോദനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു വിധത്തിലുള്ള അന്വേഷണം ഇയാളിലേക്ക് എത്താത്തത്, അല്ലെങ്കിൽ പോലീസ് എത്തുകയോ അല്ലെങ്കിൽ ഇതിന് തുടരന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്യാത്തതെന്ന് തന്നെയാണ് ഭക്തർ ഉൾപ്പെടെ പറയുന്നത്. ഇതിൽ തന്നെയാണ് ഭക്തരുടെ വലിയ തോതിലുള്ള പ്രതിഷേധവും നിലനിൽക്കുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഭക്തരുടെ ആവശ്യം. ഇത് നടന്നാൽ മാത്രമേ ഇത്തരത്തിൽ പാർട്ടിയോടും കൂടിയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വീട്ടിൽ വരുമ്പോഴും എല്ലാം ഭക്തരുൾപ്പെടെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക വിഷയമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. കാരണം കേരളത്തിലുടനീളം ഇത്തരത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ആകട്ടെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ആകട്ടെ, എല്ലാ ദേവസ്വം ബോർഡിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ നിരവധി വാർത്തകളാണ് നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബാലുശ്ശേരി കോട്ട ഈ ക്ഷേത്രത്തിലാണ് തന്നെയാണ് ഇത്തരത്തിൽ ഭക്തരും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത്. അശ്വതി, എന്തായാലും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും CPM ബന്ധമുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊള്ളയും നടത്താം. അത് തന്നെയാണ് ഈ വാർത്തയിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. പോലീസ് തന്നെ സംരക്ഷിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന ആ ധൈര്യമാണ് വിനോദന്. 60 പവനോളം സ്വർണ്ണം മോഷ്ടിച്ചാണ് ഇപ്പോഴും അദ്ദേഹം പോലീസിന്റെ കൺവെട്ടത്ത് ഇങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്.